ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക്, സവാള, തക്കാളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. തുടർന്ന് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. ദോശയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൂട്ടാനാണ് തക്കാളി ചട്നി. നിങ്ങളും ഒന്ന് ഉണ്ടാക്കണം. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി, പച്ചമുളക് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്ത ശേഷം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയ്ക്കയുടെ കൂടെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കറിക്ക്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. 4 സൈഡിലും നല്ലപോലെ ഇളക്കി ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഏകദേശം നല്ലപോലെ വഴറ്റി കിട്ടും. ഉപ്പ് ചേർത്ത് വഴറ്റുന്നതാണ് ഏറ്റവും നല്ലത്. തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ ഒരു നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും നല്ലപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് മുളക് പൊടി അതിൻ്റെ കായപ്പൊടിയും ഒന്നിച്ച് ചേർത്ത് ഇളക്കും. ഇളക്കിയ ശേഷം അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത ശേഷം കടുക് താളിച്ച ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് അതിലെ വെള്ളമയം പറ്റിയ ശേഷം അതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ തക്കാളി ചട്നി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. തുടർന്നും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.